ആര് വരണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആര് വരും എന്ന് നോക്കുമ്പോൾ മിക്കവാറും ഷാഫി പറമ്പിലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് നല്ലൊരു ചാൻസ് ഉണ്ട്, ശതമാനം മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും പറയാൻ പറ്റില്ല. മാറിയും മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ശ്രീധരനല്ലേ, അയാൾ വരുന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു, അത് നടന്നില്ല. ഇപ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല. മിക്കവാറും ശ്രീകണ്ഠൻ MP വരാൻ ചാൻസ് ഉണ്ട്. പഴയ മറ്റേ ഷാഫി പറമ്പിലിൻ്റെയും ഒരു പെരുമാറ്റമൊക്കെ നോക്കുമ്പോൾ ഇപ്രാവശ്യമെങ്കിലും താമര വിരിയുന്ന ഒരു വിശ്വാസമുണ്ട്. പക്ഷേ മണ്ഡലങ്ങളൊക്കെ കൂടി ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരമൊക്കെ പാലക്കാട് വിട്ടു പറഞ്ഞു. അതുകൊണ്ട് ഇടതിൻ്റെ കോട്ടയാണ്. എന്താണ് ഒരു പ്രവചനാതീതമാണ് പ്രാവശ്യം എനിക്ക് തോന്നുന്നത്. നല്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുടനീളം കേരളത്തിൽ മൊത്തത്തിൽ അതുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും ഈ ഇലക്ഷനിൽ ഇവിടെ ഉണ്ടാവും. ഇത് പോരാത്തതിന് എല്ലാ ജനാധിപത്യ മര്യാദയും ലംഘിച്ചിട്ടുള്ള മോദിൻ്റെ പ്രവർത്തനം, ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ വന്ന വർഗീയ പ്രസ്താവന, ഇതൊക്കെ UDFന് വോട്ടായിട്ട് മാറും. ശ്രീകണ്ഠൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ത്രികോണ മത്സരമായിരിക്കും. ചിലപ്പോൾ കൂടുതലും മറ്റേ UDFന് അല്ലെങ്കിൽ BJPക്ക് ആയിരിക്കും. LDFന് കാര്യമില്ല. ത്രികോണ മത്സരമായിരിക്കും. പാലക്കാട് LDF സാധ്യത. പറഞ്ഞു പ്രാവശ്യം സാധ്യത കൂടുതലുള്ളത് VK ശ്രീകണ്ഠനാണ്. മോഡി ഗുണ്ടായുസത്തിനും പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെയുള്ള വിജയത്തായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ. വേറൊന്നും പറയാനൊന്നും. പ്രവർത്തക്കാരനല്ല, സ്ഥാനാർത്ഥികൾ VK ശ്രീകണ്ഠൻ ജയിക്കും. അതുകൊണ്ടൊന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് അനുഭവിച്ചിട്ട്